ഔദ്യോഗികമായിട്ട് ക്രിസ്തുമതം ഇസ്ലാമുമായിട്ട് യുദ്ധം നടത്തിയ ആ കാലഘട്ടത്തിൽ 11-ാം നൂറ്റാണ്ടിനും 13-ാം നൂറ്റാണ്ടിനും ഇടയിൽ മാർപ്പാപ്പമാരുടെ നിർദ്ദേശാനുസരണം അവിടുത്തെ വിശുദ്ധന്മാരുടെ എഴുത്തുകളുടെയും പ്രഖ്യാപനത്തിൻ്റെയും ഉപദേശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അന്നത്തെ ക്രൈസ്തവ രാജ്യങ്ങൾ യുദ്ധത്തിന് വന്ന സമയത്ത് അവർ ജയിക്കുകയും അതേപോലെ തന്നെ ജെറുസലേമിൽ ഒരു കിങ്ഡം ഓഫ് ജെറുസലേം എന്ന് പറയുന്ന ഒരു സംവിധാനം അവർ ഉണ്ടാക്കുകയും ചെയ്ത സമയത്ത് അവർക്ക് കഴിയുന്നത് പോലെ അവർ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളെ കൊന്നു, യഹൂദന്മാരെ കൊന്നു, അവിടെ ഉണ്ടായിരുന്ന ഈസ്റ്റേൺ ക്രിസ്ത്യൻസിനെ അഥവാ പൗരസ്ത്യ ക്രൈസ്തവരെ എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലുള്ളവരെല്ലാം നമുക്കറിയുന്നത് പോലെ സുറിയാനി ക്രൈസ്തവരാണ്. ആ സുറിയാനി ക്രൈസ്തവരുടെ ചരിത്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ സംരക്ഷിക്കപ്പെട്ടത് മുസ്ലിം രാജ്യങ്ങളിലായിരുന്നു. നേരെ മറിച്ച് അവരെ ബുദ്ധിമുട്ടിച്ചിരുന്നത് ഈ പറയപ്പെടുന്ന റോമൻ കത്തോലിക്കരും അതേപോലെ തന്നെ ഗ്രീക്ക് ഓർത്തഡോക്സുകാരും അടങ്ങുന്ന അന്നത്തെ ക്രൈസ്തവ ട്രിനിറ്റേറിയൻ ലോകമാണ്. ആ ആളുകൾ ഈ പറയപ്പെടുന്ന ഈസ്റ്റേൺ ക്രിസ്ത്യൻസിനെതിരായിട്ട് പോരാട്ടം നടത്തുന്ന സമയത്ത് ഈ ഈസ്റ്റേൺ ക്രിസ്ത്യൻസ് അവരുടെ പള്ളി സംരക്ഷിച്ചതും അവരുടെ പാത്രിയർക്കീസ്മാരെ സംരക്ഷിച്ചതും ഒക്കെ മുസ്ലിങ്ങളുമായി ചേർന്ന് ആ ഭരണത്തിനോടൊപ്പം ഒട്ടിച്ചേർന്നുകൊണ്ട് ഈ പറയപ്പെടുന്ന അന്നത്തെ ക്രൈസ്തവ ലോകത്തിനെതിരെ യുദ്ധം ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ കുരിശുയുദ്ധ സമയത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ചെറിയ ക്ഷീണം സംഭവിച്ച കാലത്ത് അഥവാ ഈ കിങ്ഡം ഓഫ് ജെറുസലേം ഈ പറയപ്പെടുന്ന കുരിശുയുദ്ധക്കാർ ക്രൂസേഡേഴ്സ് സ്ഥാപിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളെയും അതേപോലെ തന്നെ ഈസ്റ്റേൺ ക്രിസ്ത്യൻസിനെയും ജൂതന്മാരെയും കഴിവതും കൊല്ലുകയും ഇവരെയെല്ലാം സ്ലേവുകളാക്കി അടിമകളാക്കി ഇവർ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. ഇത് വ്യക്തമായ ചരിത്രമാണ്. ഈ കുരിശുദ്ധത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം അതൊരു ഭൗതിക യുദ്ധമല്ല, നേരെ മറിച്ച് ആ യുദ്ധത്തിന് നേതൃത്വം വഹിച്ചത് മത മേലധ്യക്ഷന്മാരാണ്, മാർപ്പാപ്പമാരാണ്, അതേപോലെ തന്നെ ഇവരുടെ സഭയിലെ വിശുദ്ധന്മാരാണ്. അവരുടെ ആഹ്വാന പ്രകാരമാണ് യുദ്ധങ്ങൾ നടന്നത്. ആ പോയ സൈന്യത്തിൻ്റെ കൂടെ അവർ കുരിശടയാളം വെച്ചുകൊണ്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ മതപരമായി തന്നെ അവർക്കൊരു അനുവാദം അതിനകത്ത് കൂടുതലായി കിട്ടിയപ്പോൾ അത് സ്ലേവറി എന്ന് പറയുന്നത് അവരുടെ ഇടയിൽ വളരെ വ്യാപകമായിട്ട് തന്നെ അവർ കൊണ്ടു നടന്നു. പിന്നീട് ഈ സ്ലേവറിയുടെ ഏറ്റവും കിരാതമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള ഏറ്റവും വലിയ പീഡനങ്ങൾ അരങ്ങേറിയ ക്രിസ്താബ്ദം 15-ാം നൂറ്റാണ്ടിനും 19-ാം നൂറ്റാണ്ടിനും ഇടയിൽ നടന്ന ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് അത് നടത്തിയത് മുഴുവൻ പാശ്ചാത്യ രാജ്യങ്ങളാണ്. ആ നടന്ന ക്രൂരമായ നടപടിയിലൂടെയാണ് പിന്നെ ലോകമൊക്കെ ഇടപെടുന്നതും ഈ പറഞ്ഞ സ്ലേവറി ബാൻ ചെയ്യണമെന്ന ഒരു പൊതു നിയമത്തിലേക്കെല്ലാം എത്തുന്നത്. ചുരുക്കത്തിൽ ഈ അടിമ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇസ്ലാം മാത്രം പ്രതിക്കൂട്ടിൽ നിൽക്കുകയും ബാക്കി എല്ലാവരും ഗ്യാലറിയിൽ ഇരിക്കുകയും ചെയ്യുകയല്ല, നേരെ മറിച്ച് മുഴുവൻ ആളുകളും ഈ ഗ്രൗണ്ടിലുണ്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൂറ്റാണ്ട് മുമ്പ് മുതൽ തന്നെ നിലനിൽക്കുന്നു, പ്രവാചകന്റെ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നു. അത് പിന്നീട് ഇങ്ങനെ മുന്നോട്ട് പോയി ഏറ്റവും അവസാനം നമ്മൾ ഈ പറയുന്ന 19-20 നൂറ്റാണ്ടിലാണ് ഇത് പൂർണ്ണമായിട്ട് ബാൻ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഒന്നാമതായി ഉൾക്കൊണ്ട് വേണം ഈ ചർച്ചകൾ നമ്മൾ കേൾക്കേണ്ടത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇങ്ങനെ ഈ സ്ലേവറി നിരന്തരമായി വളരെ ലീഗലൈസ് ചെയ്ത് എല്ലാ സമൂഹവും, അതിനകത്ത് ബുദ്ധ സമൂഹമുണ്ട്, ഹൈന്ദവ സമൂഹമുണ്ട്, മുസ്ലിം സമൂഹമുണ്ട്, ജൂത സമൂഹമുണ്ട്, ക്രൈസ്തവ സമൂഹമുണ്ട്, ചൈനീസ് വംശജരുണ്ട്, ഇങ്ങനെ തുടങ്ങി ലോകത്തുള്ള മുഴുവൻ ആളുകളും ഈ ഒരു സംവിധാനത്തിനെ ലീഗലൈസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ അന്നൊരു സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്താണെന്ന് വിവരിക്കാൻ ഞാൻ ക്ഷണിക്കുന്നത് നമ്മുടെ ജബ്ബാർ മാഷിനെയാണ്. നിങ്ങളൊന്ന് കേട്ടു നോക്കും. ഒരു കൂട്ടർ ഒരു ഭൂപ്രദേശത്ത് കയ്യേറി അവിടെ വാസം ഉറപ്പിച്ച് അവിടുത്തെ വിഭവങ്ങളൊക്കെ എടുത്ത് ജീവിതം ആരംഭിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കൂട്ടർ അവരുടെ സൈനിക ശക്തിയുമായി കടന്നു വന്ന് ആ പ്രദേശത്തെ കൈയടക്കുകയും അവിടെ ഉണ്ടായിരുന്നവരെ കൊന്നൊടുക്കുകയോ അട്ടിയൊടിക്കുകയോ അല്ലെങ്കിൽ അവരെ കീഴടക്കി അവരെ കൂടെ നിർത്തുകയോ ചെയ്തുകൊണ്ട് ആ പ്രദേശത്തിന്റെ വിഭവങ്ങൾ കൂടി സ്വന്തമാക്കുക എന്നായിരുന്നു മനുഷ്യരാശി ഇന്നുവരെ തുടർന്നു പോന്നിട്ടുള്ള കലാപരിപാടി. അത് ചെറിയ ഗോത്രങ്ങളിൽ നിന്ന് തുടങ്ങി വലിയ ഗോത്രങ്ങളിലേക്കും വലിയ ഗോത്രങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്കും രാജ്യങ്ങളിൽ നിന്ന് വലിയ സാമ്രാജ്യങ്ങളിലേക്കും വികസിച്ചു വന്നിട്ടുള്ള മനുഷ്യന്റെ ഇന്നലെ വരെയുള്ള ചരിത്രത്തിലുടനീളം നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള രക്തരൂക്ഷിതമായ അധിനിവേശങ്ങളുടെ കഥകൾ മാത്രം. നമ്മുടെ യുക്തിപരമായ ചിന്തയിലേക്ക് ഞാൻ ഒരു ചോദ്യം എടുത്തിടാൻ ഉദ്ദേശിക്കുകയാണ്. ഇങ്ങനെ ഒരു ഭൂപ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ അവിടെ നിന്ന് പുറത്താക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ കൊന്നൊടുക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ കീഴടക്കിക്കൊണ്ട് മറ്റൊരു കൂട്ടർ വന്ന് ആ പ്രദേശം കൈയടക്കുക എന്ന രീതി, അധിനിവേശം എന്ന ഈ രീതി അല്ലെങ്കിൽ സാമ്രാജ്യത്വ വികസനം എന്ന ഈ രീതി അനീതിയാണെന്നും അത് നൈതികമായി തെറ്റാണ് എന്നുമുള്ള ഒരു ബോധം മനുഷ്യകുലത്തിന് എന്നു മുതലാണ് ഉണ്ടായി തുടങ്ങിയത്? ഇത് പരിശോധിച്ചിട്ടുണ്ടോ? കൊണ്ട് ലോകത്തുള്ള മുഴുവൻ പ്രദേശങ്ങളുടെയും ചരിത്രം വിശകലനം ചെയ്താൽ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇന്നലെ വരെ മനുഷ്യർ ലോകത്തെല്ലായിടത്തും
യാതൊരു നൈതികതയുടെ ജാള്യതയും അനുഭവിക്കാതെ തന്നെ തുടർന്നു പോന്നിട്ടുള്ള ഒരു കലാപരിപാടിയാണ് ഈ അധിനിവേശങ്ങൾ എന്ന് പറയുന്നത്.